കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന പച്ചക്കള്ളം ചാനൽ ചർച്ചയിലൂടെ പ്രചരിപ്പിച്ച് ബി വക്താവ് സഞ്ജു വർമ്മ. ടൈംസ് നൗ ചാനലിൽ നടന്ന ചർച്ചയിലാണ് ബി നേതാവ് കേരളത്തിനെതിരെ നുണ തട്ടിവിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പ്രസംഗത്തെ ന്യായീകരിക്കാനാണ് അവർ കേരളത്തെ വ്യാജമായി ഉദാഹരിച്ചത്. 5 ദേവസ്വം ബോർഡുകൾ നിയന്ത്രിക്കുന്ന 3500-ലധികം വരുന്ന ക്ഷേത്രങ്ങളിലേക്ക് സ്ത്രീകൾ നേർച്ച നൽകുന്ന മംഗല്യസൂത്രം ഉൾപ്പെടെ 590 കോടിയോളം വരുന്ന വരുമാനത്തിൻ്റെ 98.2% മുസ്ലിം ജനവിഭാഗത്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല എന്നായിരുന്നു സഞ്ജു വർമ്മയുടെ വാദം. മോദി പറഞ്ഞത് സത്യമാണെന്നും അവർ അവകാശപ്പെട്ടു. സഞ്ജു വർമ്മ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ഗുരുവായൂർ, തിരുവിതാംകൂർ, മലബാർ, കൂടൽമാണിക്യം, കൊച്ചി എന്നിങ്ങനെ കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളാണ് ഉള്ളത്. കേരളത്തിലെ 3578 ക്ഷേത്രങ്ങളെ ഈ ദേവസ്വങ്ങളാണ് ഭരിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ എന്നാണ് കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രിയുടെ പേര്. എല്ലാ വർഷവും ഈ ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന 590 കോടി രൂപയോളം വരുന്ന വരുമാനത്തിൻ്റെ അവയിൽ ഭൂരിഭാഗവും നൽകുന്നത് ഹിന്ദു സ്ത്രീകളാണ്. അവർ വളകളും മാലകളും മംഗല്യസൂത്രം ഉൾപ്പെടെ നൽകുന്നു. ആ വരുമാനത്തിൻ്റെ 98.2% മുസ്ലിം ജനവിഭാഗത്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല. നരേന്ദ്രമോദി പറഞ്ഞത് സത്യമാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആ പറഞ്ഞതിൽ എന്താണ് പ്രശ്നം? എന്തുകൊണ്ടാണ് നമ്മൾ സത്യം മനസ്സിലാക്കാത്തത്? ഹിന്ദുവിൻ്റെ വരുമാനം മുസ്ലിം സമുദായത്തിൻ്റെ പ്രയോജനത്തിനായി ഉപയോഗിക്കുന്നു. സഞ്ജു വർമ്മ ഇങ്ങനെയാണ് നുണ ആവർത്തിച്ചത്. നേരത്തെ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും വരുമാനം കണ്ടാണ് ഈ നീക്കമെന്നുമുള്ള ആരോപണവുമായി സുപ്രീം കോടതി ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ അന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും മുമ്പ് സംഘപരിവാർ ഈ പ്രചരണം നടത്തിയപ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രി വി.എസ്. ശിവകുമാറും ഇത് നിഷേധിച്ചും സത്യം വ്യക്തമാക്കിയും രംഗത്തെത്തിയിരുന്നു. ഇന്ദു മൽഹോത്രയുടെ പരാമർശം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്നും ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ 1 രൂപ പോലും എടുക്കുന്നില്ലെന്നും 2022 ആഗസ്റ്റിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേത്രങ്ങൾ കൈയടക്കുന്നു എന്നും വരുമാനം ലക്ഷ്യമിടുന്നു എന്നും പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്. 5 ദേവസ്വം ബോർഡുകളാണ് സംസ്ഥാനത്തുള്ളത്. 1 രൂപ പോലും സർക്കാർ എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ക്ഷേത്രങ്ങളെയും ദേവസ്വം ബോർഡുകളെയും സഹായിക്കുകയാണ് സർക്കാർ ചെയ്തത്. കോവിഡ് കാലത്ത് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം നിലച്ചപ്പോൾ 450 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയതെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ വരുമാനം സർക്കാർ കവർന്നെടുക്കുന്നതായും ഇത് മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതായും സംഘപരിവാർ പ്രവർത്തകർ കേരളമാകെ പ്രചരണം നടത്തുന്നത് സംബന്ധിച്ച് വി.ഡി. സതീശൻ സഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയും ഇതിന് ഉമ്മൻചാണ്ടി സർക്കാരിലെ ദേവസ്വം മന്ത്രി വി.എസ്. ശിവകുമാർ മറുപടി നൽകുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനം ട്രഷറിയിൽ നിക്ഷേപിച്ച് മറ്റു പല ആവശ്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിക്കുന്നുവെന്ന പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനം അതത് ദേവസ്വം ബോർഡുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മലബാർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ, കൂടൽമാണിക്യം ദേവസ്വങ്ങളുടെ വരുമാനങ്ങൾ അതത് ക്ഷേത്രങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലുമാണ് നിക്ഷേപിക്കുന്നത്. തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകളിലെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നത് ഹൈക്കോടതി നിയോഗിക്കുന്ന ഓഡിറ്റർമാരാണ് എന്നാണ് വി.എസ്. ശിവകുമാർ വ്യക്തമാക്കിയത്.